രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന വിവാഹ ആഘോഷങ്ങളുടെ പകിട്ട് ഒട്ടും കുറയ്ക്കാതെ സങ്കല്പകഥകളിലെ രാജകുമാരിയെപ്പോലെയാണ് രാധിക മർച്ചൻ്റ് അനന്ത് അംബാനിയുടെ വധുവായത്. വിവാഹദിനത്തിലെ ചടങ്ങുകൾക്കായി രാധിക തിരഞ്ഞെടുത്ത വസ്ത്രങ്ങൾ സമാനതകളില്ലാത്ത വിധം മനോഹരമായിരുന്നു. പാരമ്പര്യത്തനിമ നിറഞ്ഞു നിൽക്കുന്ന വസ്ത്രങ്ങളിൽ അലൗകിക സൗന്ദര്യത്തോടെ രാധിക തിളങ്ങി നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഗുജറാത്തി വിവാഹങ്ങളിൽ വധു ധരിക്കുന്ന പനേതർ സാരികളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ലഹങ്കയാണ് പ്രധാന വിവാഹ ചടങ്ങിൽ രാധിക ധരിച്ചത്. ചുവപ്പും ഐവറി നിറവും ഉൾപ്പെടുന്ന വസ്ത്രം ഡിസൈൻ ചെയ്തത് അബുജാനി സന്ദീപ് ഖോസ്ലെയാണ്. സർദോസി കട്ട് വർക്കുകളും നക്ഷി സാദി ഹാൻഡ് എംബ്രോയിഡേഴ്സ് വർക്കുകളും നിറഞ്ഞ അതിമനോഹരമായ ലഹങ്കയാണ് ഇത്. സൂക്ഷ്മമായ ഫ്ലോറൽ വർക്കുകളാണ് ഗാഗ്രയിൽ ഉള്ളത്. ഇവയുടെ ഭംഗി വർദ്ധിപ്പിക്കാൻ കല്ലുകളും സീക്വനുകളും അടക്കമുള്ളവ ഉപയോഗിച്ചിട്ടുണ്ട്. സർദോസി കട്ട് വർക്കുകളും ചുവപ്പ് നിറത്തിലുള്ള 3 ബോർഡറുകൾ ഗാഗ്രയുടെ താഴെ ഭാഗത്തും നൽകി. 5 മീറ്റർ നീളമുള്ള ശിരോവസ്ത്രത്തിന് അതിലോലമായ ജാലിയും കട്ട് വർക്കുകളുമുണ്ട്. വേർപെടുത്താനാവാത്ത 80 ഇഞ്ച് സർദോസി ട്രെയിലും മറ്റൊരു പ്രത്യേകതയാണ്. നേർത്ത ജാലി, കട്ട് വർക്ക് എന്നിവയാണ് ശിരോവസ്ത്രത്തിൽ ഉപയോഗിച്ചത്. ഇവയ്ക്കൊപ്പം രാജകീയ പ്രൗഢിയുള്ള ആഭരണങ്ങളും കൂടി ചേർന്നതോടെ രാധികയുടെ ബ്രൈഡൽ ലുക്കിൻ്റെ പകിട്ട് ഇരട്ടിയായി. ഇന്ത്യ മാത്രമല്ല, ലോകം തന്നെ ഉറ്റുനോക്കുന്ന വിവാഹങ്ങളിൽ ഒന്നാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ഇളയ മകൻ ആനന്ദിൻ്റെയും രാധിക മർച്ചൻ്റിൻ്റെയും വിവാഹം. ജൂലൈ 12-നാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത്. എന്നാൽ അതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കോടികൾ ഒഴുക്കിയുള്ള പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. ഇപ്പോഴിതാ വിവാഹവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുംബൈയിലെ ജിയോ വേൾഡ് കൺവെൻഷൻ സെൻറ്ററിൽ നടക്കുന്ന വിവാഹ ആഡംബരത്തിൽ അതിഥികളെ എത്തിക്കുന്നത് പ്രത്യേക വിമാനങ്ങളിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനായി അംബാനി കുടുംബം 100ഓളം വിമാനങ്ങൾ വാടകയ്ക്ക് എടുത്തുവെന്നാണ് വാർത്തകൾ. കൂടാതെ ഫാൽക്കൺ ജെറ്റുകളും ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ ബിസിനസ് നേതാക്കൾ, സിഇഒമാർ, രാഷ്ട്രീയക്കാർ, ബോളിവുഡ് സെലിബ്രിറ്റികൾ, കായിക താരങ്ങൾ എന്നിങ്ങനെ വലിയൊരു VIP സംഗമം തന്നെ വിവാഹ ചടങ്ങുകളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ വിവാഹത്തിന് മുന്നോടിയായി നടന്ന സംഗീത പരിപാടിയിൽ പോപ്പ് ഐക്കൺ ജസ്റ്റിൻ ബീബർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു. ബീബറിനെ 83 കോടിയോളം രൂപ മുടക്കിയാണ് ചടങ്ങിനെത്തിച്ചതെന്നാണ് സൂചന. തീർന്നിട്ടില്ല അംബാനി കുട്ടിയുടെ വിവാഹത്തിൻ്റെ വിശേഷങ്ങൾ. മുംബൈയിലെ ബാന്ദ്ര കുർള കോംപ്ലക്സിലെ വിവിധ കമ്പനികൾ വിവാഹം കണക്കിലെടുത്ത് ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയെന്നാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത. BKCയിലെ ഗതാഗത നിയന്ത്രണങ്ങൾ കാരണമാണ് ജൂലൈ 12 മുതൽ ജൂലൈ 15 വരെ ഈ ഇളവ് അനുവദിച്ചതെന്നാണ് സൂചന. അതേസമയം ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചൻ്റിൻ്റെയും വിവാഹത്തിനായി അംബാനി കുടുംബം ചെലവഴിക്കുന്നത് ഏകദേശം 5000 കോടി രൂപയോളമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അംബാനി കുടുംബത്തിൻ്റെ ആസ്തിയുടെ വെറും 0.5% മാത്രം വരുന്ന തുകയാണിതെന്നാണ് പ്രത്യേകത. ഷാറുഖ് ഖാൻ, അമീർ ഖാൻ, സൽമാൻ ഖാൻ, അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ള ബോളിവുഡിലെ പ്രമുഖ താരങ്ങളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതായി നേരത്തെ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു. 14 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് ചടങ്ങിലേക്ക് ക്ഷണമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രൺബീർ കപൂർ, ആലിയ ഭട്ട്, അർജുൻ കപൂർ തുടങ്ങിയ മറ്റ് ബോളിവുഡ് താരങ്ങളും എത്തിയേക്കും. നേരത്തെ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങൾ 2 ഘട്ടമായി അംബാനി കുടുംബം നടത്തിയിരുന്നു. ഇതിൽ ഗുജറാത്തിൽ നടന്ന ആദ്യഘട്ടത്തിന് മാത്രം 1200 കോടിയോളം രൂപ ചിലവായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജാംനഗറിൽ വച്ചു നടന്ന ഈ ആഘോഷങ്ങൾക്കും അതിഥികളെ എത്തിക്കാൻ വിമാനങ്ങൾ വാടകയ്ക്കെടുത്തിരുന്നു. കൂടാതെ കാറ്റി പെറി, റിഹാന എന്നിങ്ങനെ സംഗീത ലോകത്തെ വിസ്മയങ്ങളും ചടങ്ങിനെത്തി. അന്ന് ബിൽ ഗേറ്റ്സ് ഉൾപ്പെടെയുള്ള ആഗോള ബിസിനസ് ടൈക്കൂണുകളും ബോളിവുഡ് നടീനടന്മാരും ഒക്കെയായി 3 ദിവസത്തെ ചടങ്ങുകളാണ് സംഘടിപ്പിച്ചിരുന്നത്. ഇതിനുശേഷം യൂറോപ്പിലെ ആഡംബര ക്രൂയിസിൽ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളുടെ 2ാം ഘട്ടവും നടന്നിരുന്നു. അത് മെയ് മാസത്തിലായിരുന്നു സംഘടിപ്പിച്ചത്.